നമ്മളുടെ ശുഹദാക്കളുടെ അനുസ്മരണമെങ്കിൽ ഇസ്ലാമിന് ഏറ്റവും നല്ല കാര്യങ്ങൾ നടത്തിയ ശുഹദാക്കള്, അതുപോലെ ഔലിയാക്കള്, അതുപോലെ സുലഹാക്കള്, ഈ അനുസ്മരണത്തിന്റെ സ്വഭാവങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുകയും നമ്മളെ കൊണ്ട് ആചരിപ്പിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്ത് റഹ്മാനായ അല്ലാഹു. ആ മാതൃക നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇസ്മായിൽ നബിയെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും അനുസ്മരിക്കാതെ കഅബത്തിന്റെ അടുത്ത് പോയി ആർക്കും വരാൻ സാധ്യമല്ല. വെള്ളം കുടിക്കാൻ ഇപ്പൊ അത് അടച്ചുപോയിട്ടുണ്ട്. ഒരു കാലത്ത് സാധുവായ ഞാനുമൊക്കെ ആ കിണറിന്റെ സമീപത്ത് പോയിട്ടുണ്ട്. അവിടെ വെള്ളം കോരിക്കൊടുക്കുന്ന ആളെ കൂടെ കൂടി ആ കയറിങ്ങനെ പിടിച്ച് ഞാൻ വലിച്ചിട്ടുണ്ട്. അങ്ങനെ പൊന്തി വന്ന വെള്ളം ആ തൊട്ടിയിൽ നിന്ന് സാധുവായ ഞാൻ 40 വർഷം മുമ്പ് ഞാനത് കുടിച്ചിട്ടുണ്ട്. ആ കഴബത്തിന്റെ ആ കിണറ്റിന്ന് സ്വന്തം കൈകൊണ്ട് വെള്ളം സ്വന്തം കൈയെന്നാ മറ്റാളെ കൂടെ ഒറ്റക്ക് തരൂല. അയാളെ കൂടെ ഇങ്ങനെ കൂടിക്കൊടുത്തിട്ടിങ്ങനെ ആ കയറ് വലിച്ചിട്ട്. ഇപ്പൊ കയറും കാണൂല, കിണറും കാണൂല, ഒക്കെ മൂടിപ്പോയി. അന്നൊരു കാലത്ത് ഇപ്പോൾ സൗകര്യത്തിന് വേണ്ടി, ആരുടെയും മറ്റു കാരണങ്ങൾക്ക് വേണ്ടിയല്ല, മൊത്താഫിന്റെയും മറ്റും ഈ കൊല്ലമൊക്കെ ഉള്ള തിരക്ക് പലപ്പോഴും നമ്പർ 1 മലിക് അബ്ദുൽ അസീസിന്റെ ബാബ്, അവിടെ റെഡ് ലൈറ്റ്, എപ്പോഴും ഇങ്ങനെ ചോന്ന ലൈറ്റ്, ഹജ്ജിന്റെ മുമ്പും, അതായത് ഹജ്ജിന്റെ 4 ദിവസം മുമ്പും, ഹജ്ജ് കഴിഞ്ഞ പിറ്റേന്ന്, അറഫ കഴിഞ്ഞ പിറ്റേന്നുമൊക്കെ അവിടെ ഈ ചുവന്ന ലൈറ്റ് കാണും. എന്ന് പറഞ്ഞാൽ മത്താഫ് ഫുള്ളാണ്, ഇനി അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. മത്താഫിൽ അത്രയും 1,00,000 ആളുകൾക്ക് തവാഫ് ചെയ്യാനുള്ള സൗകര്യമാണ്. പക്ഷേ അറഫയുടെ പിറ്റേന്ന് 60 ലക്ഷം ജനങ്ങൾ അവിടെ ഹജ്ജിനുണ്ടെങ്കിൽ ഒരു 10-30 ലക്ഷവും മത്താഫിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പൊ സൗകര്യം കൂടുതലിട്ടുണ്ട്. അറഫയിൽ നിന്ന് നേരിട്ട് ട്രെയിനിന് വന്നാൽ ഇപ്പൊ ട്രെയിനിന്റെ സംവിധാനം, ഈ കൊല്ലം ഞങ്ങളൊക്കെ ട്രെയിനിന് വന്നവരാണ്. അപ്പൊ ട്രെയിനിൽ ഇങ്ങനെ വന്ന് ജംറത്തുൽ അഖബന്റെ സമീപത്താണ് ട്രെയിനിന്റെ സ്റ്റോപ്പിംഗ്. അവിടെ ഇറങ്ങി പെരുന്നാളിന്റെ അന്ന് രാവിലെ തന്നെ ജംറനെ എറിഞ്ഞ്, ഒരേറാണെന്നുള്ളത് അത് എറിഞ്ഞ് അപ്പൊ തന്നെ സൗകര്യമാണ് നേരെ മക്കയിലേക്ക് പോകാൻ. എന്നിട്ട് അവിടെ പോയി ഇഫാലത്തിന്റെ തവാഫും ചെയ്ത് വന്നാൽ ഹജ്ജിന്റെ മുഖ്യ കാര്യങ്ങളൊക്കെ കഴിയും. അപ്പോ മുമ്പ് അങ്ങനെയല്ല, ബസ്സിനൊക്കെ വന്നിട്ട് കുറെ പ്രയാസം. ഇപ്പൊ എല്ലാവർക്കും ട്രെയിനില്ല, ജംറയുടെ സമീപത്താണ് എത്തുന്നത്. അപ്പോ എറിയാനും അങ്ങനെ കഅബത്തിലേക്ക് മക്കത്തിലേക്ക് നടന്ന് മറ്റുമൊക്കെ പോകാനുള്ള നല്ല സൗകര്യമാണ്. ഇതൊന്നും നമ്മളുടെ വിഷയമല്ലെങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. അങ്ങോട്ട് പോകാനുള്ള ആഗ്രഹം വെച്ചിട്ടാണല്ലോ കുട്ടികളൊക്കെ ഇരിക്കുന്നത്. ഇപ്പൊ മദീനത്തൊക്കെ വന്നപ്പോ പുതിയ രാജാവ് വന്നു കേട്ട് അവിടെ ഫുന്ദുഖുൽ മദീന എന്ന് പറഞ്ഞിട്ടൊക്കെ വലിയ അമ്പര ചുംബി കെട്ടിടമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒക്കെ പൊളിച്ച് മദീന ഒന്നായിട്ട് തൗസിയത്ത്, മത്താഫിനും തൗസിയത്ത് തുർക്കി ഭരണകൂടവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സൗദി അറേബ്യ ഭരണകൂടം തുർക്കികളെടുത്ത പള്ളിയാണ്. അപ്പൊ അത് പൊട്ടിക്കാനൊന്നും പാടില്ലാണ്ട നിയമം അനുസരിച്ചാന്ന് തോന്നുന്നുണ്ട് അവർ വിട്ടുകൊടുത്തത്. അപ്പൊ അവരുമായിട്ട് ഗവൺമെന്റ് സ്ഥലത്തിൽ ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടുന്ന് കിട്ടിയ വിവരം. എന്തിനു വേണ്ടി? മത്താഫ് വിപുലീകരിക്കാൻ വേണ്ടി. കാരണം 30 ലക്ഷം 1 ലക്ഷം ആളുകൾക്ക് ഇപ്പം മത്താഫിന് ഉൾക്കൊള്ളാൻ കഴിയും. അത് ജനകോടികൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ് ഹജ്ജിനൊക്കെ. ഏതായാലും ആട്ടെ, ആ കഅബ അതുപോലെ ഹജ്ജ് ഒരുപാട് അനുസ്മരണത്തിന്റെ
സംഭവങ്ങളാണ് അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ മേലിൽ ഫർളാക്കിയതും മുഅ്മിനീങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും. ഞാൻ പറഞ്ഞത് ഇസ്മായിൽ നബി കഅബമെടുത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബമെടുത്ത് ഖിയാമത്ത് നാൾ വരെ അവരുടെ അനുസ്മരണങ്ങൾ അല്ലാഹു അവിടെ വെച്ചു. ഇങ്ങനെ പവിത്രമായ സ്ഥലങ്ങളിലൊക്കെ സ്മരണകൾ വെച്ചുകൊണ്ടിട്ട് ഇസ്ലാമിന്റെ പുരാതന ചരിത്രങ്ങൾ, ഇസ്ലാമിന്റെ സൗന്ദര്യങ്ങള്, അമ്പിയാക്കൾ ഇസ്ലാമിനെ പടുത്തുയർത്തിയ രൂപങ്ങള്, ഹാജറ ബീബി പോലത്തവര് തന്റെ പ്രിയപ്പെട്ട മകനായ പിന്നീട് പ്രവാചകനായ ആ പ്രവാചകന്റെ ദാഹജലത്തിന് വേണ്ടി 7 പ്രാവശ്യം നടന്ന ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഒരു മുഅ്മിൻ അനുസ്മരിക്കണം എന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് ആ നടത്തം, സഫ മർവയുടെ ഇടയിലുള്ള നടത്തം, ഹജ്ജിന്റെ ഫർള്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഈ അനുസ്മരണം നമ്മള് ഇവിടെ ശുഹദാക്കളെ അനുസ്മരിക്കുന്നു. അതുപോലെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം, അവിടെയും അനുസ്മരണത്തിന്റെ വീഥികൾ, അതിന്റെ പള്ളികളും നിർമ്മിച്ചുകൊണ്ട് അനുസ്മരണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെയാണ് മലപ്പുറം ശുഹദാക്കള്, അതുപോലെ ഒരുപാട് ഉറൂസുകൾ നിങ്ങൾക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തിലും കാണാം. ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അവിടെ മുഴുവനും ഇസ്ലാമിന്റെ ഉന്നതരായ ആളുകള്, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ചു പോയവരെ അനുസ്മരിക്കുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെ ഒരു മുഖ്യ വിഷയമായും കൊണ്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ ശുഹദാക്കളെയും ആ ശുഹദാക്കൾ വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ശുഹദാ എന്ന് പറയുന്ന വിഭാഗത്തിന് അല്ലാഹു ലോക മുസ്ലിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത, ഇസ്ലാമിന് വേണ്ടി മരിച്ചവർ, തൗഹീദിന്റെ ഉന്നമനത്തിന് വേണ്ടി മരിച്ച് അടർക്കളത്തിൽ അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരെ സംബന്ധിച്ച് നിങ്ങൾ അംവാത്തെന്ന് ധരിക്കരുത്, നിങ്ങളത് പറയരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ സമൂഹത്തിലും മാത്രമല്ല ഹഖീഖത്തിലും അവർ ജീവിച്ചിരിക്കുന്നവരാണ്, റബ്ബിന്റെ റിസ്ക് നൽകപ്പെടുന്നവരാണ് എന്നും കൂടി ശുഹദാവിനെ സംബന്ധിച്ച് ലോക മുസ്ലിങ്ങൾക്ക് അല്ലാഹു പരിചയപ്പെടുത്തി കൊടുത്ത അങ്ങനെയാണ്. വലാ തഖൂലു എന്ന് പറഞ്ഞ് അങ്ങനെ നിങ്ങൾ പറഞ്ഞു പോകരുത്. ശുഹദാ എന്ന് പറയുന്നവര് ഇസ്ലാമിൽ അത്യുന്നതമായ പദവി അലങ്കരിച്ചവരും മാത്രമല്ല ഭൗതിക ജീവിതത്തിൽ അവരെ കാണുന്നില്ലെങ്കിലും അവര് ശരിയായി അഹ്യായിങ്ങളും ലോകത്തിന്റെ നിയന്ത്രണത്തിൽ ഒരുപക്ഷെ അവർക്ക് വലിയ പങ്ക് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് ചില തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മലായികത്ത് ഈ ലോകം നിയന്ത്രിക്കുന്നു. നമ്മളെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചതാണ്. മുങ്കറിന്റെ പണി, നക്കീറിന്റെ പണി, അസ്റായീലിന്റെ പണി, ഇസ്രാഫീലിന്റെ പണി, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പണി, മീകായിലിന്റെ പണി. ഇത് അല്ലാഹു ശുഹദായിനെ ബഹുമാനിച്ചത് നമ്മളോട് ബഹുമാനിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ മുഖേന കൽപ്പിച്ചതുമാണ്.
അവര് മലായിക്കത്തുന്ന നിയന്ത്രണം ലോകത്തിന്റെ സബ്ബുകളായിട്ട് ഓരോന്നും അല്ലാഹു തആല ലോകം നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അതിന് മഴ കാട്ടി ഇടിമിന്നി എന്ന സബ്ബ് അത് ഒരാൾക്ക്, അങ്ങനെയല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു നിയന്ത്രിക്കുകയാണ്. ഇവരെ കൊണ്ട് കൂട്ടത്തിൽ അർവാഹു സുഹദാവും അർവാഹുൽ ഔലിയാവും അർവാഹുൽ അംബിയാവും ഈ നിയന്ത്രണ ശൃംഖലയിൽ അവരും കണ്ണികളാണ് എന്ന് പ്രമുഖ തഫ്സീറിന്റെ പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതാണ് അല്ലാഹു പറഞ്ഞത്, അവര് മറിഞ്ഞ് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിലും ലോക നിയന്ത്രണത്തിന്റെ പങ്കുള്ളത് കൊണ്ടിട്ട് അവർ അഹ്യാആണ്. റബ്ബിനിക്കുള്ള കാര്യങ്ങൾ നടത്തുന്ന മലായിക്കത്തിന്റെ കൂട്ടത്തിൽ അവർ പങ്കാളികളാണ്. അതുകൊണ്ട് നിങ്ങൾ അമ്പാത്തെന്ന് മനസ്സിലാക്കി ശരിയായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പാരമ്പര്യമായി ഈ പ്രദേശത്ത് ശുഹദാക്കള് അവരെ പേരിൽ നടത്തപ്പെടുന്നു. അവര് ഈ ശുഹദാക്കളെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരുപാട് മുസ്ലിങ്ങളുടെ അവരുടെ മനസ്സിന്റെ അകത്ത് ഈമാനിന്റെ തസ്കിയത്തും മറ്റും ഉണ്ടായി വരുന്നുണ്ട്. അത് നിലനിർത്തുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ പല സ്ഥലങ്ങളിലും പല സ്വാലിഹീങ്ങളെയും അവരോധിച്ചു കൊണ്ടിട്ട് ആ ദീനിലേക്കുള്ള ചലനങ്ങള് അവര് വഴിയായും കൊണ്ട് ആലിമീങ്ങളുമുണ്ട്, മഖബറകളുണ്ട്, മസാറുകളുണ്ട്. അതൊക്കെയും പരിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് ആവശ്യമായി അല്ലാഹു തആല അവന്റെ അചഞ്ചലമായ വിധി പ്രകാരം സ്ഥാപിച്ചതാണ്. നമ്മളുടെ ദിക്ർ ദുആ ആ ശുഹദാക്കളുടെ നേർച്ചയോടും അവരുടെ അനുസ്മരണത്തിനോടും അനുബന്ധിച്ചാണ്. ദിക്റുകളും ദുആകളും എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസ് ഒരു സഹാബി നബി തങ്ങളുമായി വിട്ടുപിരിഞ്ഞ സംഭവത്തിനെ അനുസ്മരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം ആ സഹാബി അല്ലാഹുവിന്റെ റസൂലുമായി ഇടപഴകി ജീവിച്ച അവസാനത്തെ സംഭവങ്ങൾ ഒരു ഹദീസിൽ നമ്മളോട് വിവരിച്ചിരുന്നു. ഇന്ന ആഖിറ കലാമിൻ ഫറഖ്തു അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖുൽതു ലഹു അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ് ഖാല അൻ തമൂത വലിസാനുക റത്ബുൻ ബിദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായപ്പോൾ, എന്റെ പിതാവ് മരിച്ചപ്പോൾ ഞാൻ എന്റെ പിതാവുമായി അവസാനം കണ്ടത്, സംസാരിച്ചത് ഇന്നത് എന്ന് നാം അനുസ്മരിക്കാറുണ്ട്. അതുപോലെ പെട്ടെന്നൊരാൾ ആക്സിഡന്റിലോ മരണപ്പെട്ടാൽ അയാളൊരു നല്ല മനുഷ്യനും കൂടിയായാൽ, അല്ലെങ്കിൽ നമ്മളൊരു ബന്ധുവായാൽ, ഇന്നലെ കല്യാണ വീട്ടിൽ വെച്ച് ഞങ്ങൾ ഒന്നായിട്ട് കൂടെ ചോറ് വെച്ച് ഫലിതങ്ങളൊക്കെ പറഞ്ഞ് നാട്ടുവിശേഷങ്ങൾ കുടുംബ വിവരങ്ങളൊക്കെ പറഞ്ഞ് അതിങ്ങനെ നമ്മൾ അനുസ്മരിക്കും. ഒരു സഹാബി അനുസ്മരിക്കുന്ന ഇന്ന ആഖിറ കലാമിൻ, അവസാനത്തെ വാക്ക് ഫറഖ്തു അലൈഹി റസൂലുള്ളാഹി, ഞാൻ എന്റെ നബിയുമായി, ലോകത്തിന്റെ നേതാവായ അസ്റഫുൽ ഖൽഖിന്റെ തങ്ങളുമായി ഞാൻ വിട്ടുപിരിഞ്ഞ അവസാനത്തെ വാക്ക്. അൻ ഖുൽതു ലഹു, നബിയോട് ഞാൻ ചോദിച്ചു. ഒരനുയായി അറിയേണ്ട കാര്യമാണ്. ആ അനുയായി ഒരു അനുയായിയായും കൊണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചത്. അൻ ഖുൽതു ലഹു, നബിയോട് ഞാൻ ചോദിച്ചു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അമലിന്റെ കൂട്ടത്തിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ഒരനുയായി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കേണ്ടത് തന്നെ ചോദിച്ചു. ആ ചോദിച്ച വിഷയങ്ങളാണ് ഹദീസുകളിൽ നാം കാണുന്നത്.
അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അയാൾക്ക് കൊടുത്ത മറുപടി അൻതമൂത വലിസാനുക റതുബുൻ ബിദിക്രില്ലാഹി, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലി നിനക്ക് മരിക്കാൻ സാധിക്കുക, ഇതാണ് അഅമാലിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹബ്. അൻതമൂത, നീ മരിക്കലാണ്, വലിസാനുക റതുബുൻ ബിദിക്രില്ലാഹി, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നിന്റെ നാവ് പച്ചയാക എന്ന് പറഞ്ഞാൽ ദിക്ർ ചെല്ലുന്ന നാവിലൂറുന്ന ഉമിനീര്, അതൊക്കെയും വലിയ ട്രീറ്റ്മെന്റും വലിയ ചികിത്സയുമാണ്. സ്വാലിഹീങ്ങളെ കൊണ്ട് മന്ദിരിപ്പിക്കുമ്പോ വെറും സ്വാലിഹീങ്ങളുടെ ഉമിനീര്, അതുകൊണ്ട് വിഷം വരെ ഇറക്കാൻ കഴിയും. വലിസാനുക റതുബുൻ ബിദിക്രില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിൻ ഉമിനീര് കൊണ്ട് ട്രീറ്റ്മെന്റ് നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇന്നുമുണ്ടത്. ഖൈബർ യുദ്ധം 3 പ്രാവശ്യവും ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് പരാജയം വന്നപ്പോ, പരാജയം സംഭവിച്ചപ്പോ മദീനത്തിന്റെ സമീപത്തിലുള്ള വിഭവസമൃദ്ധമായ ഒരു രാജ്യം, ഒരു സ്ഥലം 4-ാം പ്രാവശ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ലഉതിയന്ന ഹാദിഹി റായ ബിയദി മൻ യുഹിബ്ബുല്ലാഹ വറസൂലുഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. 3 പ്രാവശ്യം ഖൈബറിൽ പരാജയമേറ്റെടുത്ത ആ സമ്പന്നമായ രാജ്യത്തിന്റെ ഒരു 4-ാമത്തെ ഒരു യുദ്ധം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, നാളെ ഈ കൊടി ഞാൻ ഒരാളെ കയ്യിൽ കൊടുക്കും. ബിയദിമൻ, ഇസ്ലാമിന്റെ സുന്ദരമായ ഈ പ്രായത്ത് ഞാൻ നാളെ ഒരാളെ കയ്യിൽ കൊടുക്കുന്നു. അയാളുടെ വിശേഷണം ഏതാണെന്നറിയോ? യുഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെ അങ്ങേരെ ഇഷ്ടപ്പെടുന്നുണ്ട്, വറസൂലഹു, അല്ലാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരാളെ കയ്യിലാണ് ഈ കൊടി കൊടുക്കുക. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നത് വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, ആ ആളെ അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹ് ഇഷ്ടപ്പെട്ട ഒരാൾ ഈ കൂട്ടത്തിൽ, അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട ഒരാൾ ഈ കൂട്ടത്തിൽ. അന്നത്തെ സഹാബി വര്യന്മാരുടെ വെച്ച് പ്രമുഖരായ സഹാബി വര്യന്മാരോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആള്, അല്ലാഹുവും റസൂലും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ അവരുടെ കയ്യിൽ കൊടുക്കും. ആ കൈകളിലായും കൊണ്ട് ഖൈബർ രാജ്യം കീഴടങ്ങുമെന്ന് അതിന്റെ മുമ്പ് തന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. വരാൻ പോണ ഒരു സംഭവം, നാളെയോ മറ്റന്നാളോ നടക്കാൻ പോകുന്ന ഒരു യുദ്ധത്തിന്റെ അകത്ത് പരിപൂർണ വിജയം ഒരാളുടെ കൈമേൽ വരും. പിറ്റേന്ന് ഈ സുന്ദരമായ ഇസ്ലാമിന്റെ പതാക റസൂലുള്ളാഹി തങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സഹാബികൾ ഒന്നായി ഒരുമിച്ച് കൂടിയപ്പോ ഈ കൊടി കയ്യിൽ കൊടുക്കേണ്ട ആളെ ഈ സദസ്സിൽ അല്ലാഹുവിന്റെ റസൂല് തിരയുന്നു. സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട്, എല്ലാവരുമുള്ള ഒരു സദസ്സിൽ ഇന്നലെ പ്രഖ്യാപിച്ച യുഹിബ്ബുല്ലാഹ വറസൂലുഹു വയുഹിബ്ബുഹുല്ലാഹു റസൂലുഹു, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെട്ട മനുഷ്യനെ ജിജ്ഞാസയോടുകൂടെ കാത്തിരിക്കുന്ന വമ്പിച്ച സദസ്സ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനത്തിൽ യാതൊരു സംശയവുമില്ല. സഹാബികൾ എല്ലാവരും ഒരുമിച്ച് കൂടിയ സദസ്സ്, അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട് പറഞ്ഞ ഒരാള്, അല്ലാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന ഒരാള്, അതാരാണെന്ന് ജിജ്ഞാസയോടുകൂടി കാത്തിരിക്കുന്ന റസൂലുള്ള ഒരാളെ തിരയുന്നു. അധികാരം ഒരു കാലത്തും ഞാൻ കൊതിച്ചിട്ടില്ലെങ്കിലും ഈ കൊടി എന്റെ കയ്യിൽ കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് സഹാബികളിൽ പ്രമുഖരൊക്കെയും ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് റസൂലുള്ള സദസ്സിൽ ആളെ തെരഞ്ഞിട്ട് കാണാത്തപ്പോ ചോദിച്ച്, അയിന അലിയും, അലി എവിടെ? അപ്പൊ അവിടെ മറുപടി പറഞ്ഞത്, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു റമദ് രോഗം പിടിച്ച്, ചെങ്കണ്ണ് രോഗം പിടിച്ച് വീട്ടിലാണ്, വന്നിട്ടില്ല.
മരുഭൂമിയിൽ കണ്ട ഭയങ്കര ചൂടുള്ള രാജ്യം. കണ്ണിന് സുഖമില്ലാത്തത് കൊണ്ട് റമദ് രോഗം പിടിച്ചു കിടപ്പാണ്. ഒരാളെ അയച്ച് റസൂലുള്ള വിളിപ്പിച്ചു. നബി തങ്ങൾ ചോദിച്ച്, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളെ കയ്യിൽ ജിജ്ഞാസയോടുകൂടെ എല്ലാവരും സദസ്സിൽ വന്ന്, ശുഹദാക്കളുടെ സദസ്സിൽ ഇങ്ങനെ വന്നില്ലേ, ശുഹദാക്കളുടെ ബഹുമാനം കിട്ടുവാനും ഇവിടെ വരുന്ന പണ്ഡിതന്മാരുടെയും അതുപോലെ സയ്യിദന്മാരുടെയും ആശീർവാദത്തിന് വേണ്ടിയാണ് ഈ ജനങ്ങളൊക്കെ തടിച്ചുകൂടി. ദീൻ അറിയുന്നവരൊക്കെ വരും, ഇതുപോലത്തെ സദസ്സിൽ വരും. ഈ സദസ്സിൽ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരാൾ നിർബന്ധമായും ഉണ്ടാകും. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് വായിച്ചു നോക്കിയാൽ ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ശുഹദാക്കൾ ഇവിടെയുണ്ട്. ആ മജ്ലിസ് സമ്പന്നമായ മജ്ലിസാണ്. നിർബന്ധം ഇക്കൂട്ടത്തിലുണ്ടാകും. ഇല്ലെങ്കിൽ ഇവിടെ ശുഹദാക്കൾ നിർബന്ധമായും ദുആക്ക് അവരുടെ അർവാഹികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഈമാനിന്റെ ഈ അംശങ്ങളുള്ള എല്ലാ മനുഷ്യന്മാരും ഈ മാതിരി സദസ് അവര് എപ്പോഴും വരും, അതിനവര് സമ്പന്നമാക്കും. എങ്ങനെയായാലും അവർ കൊഴിഞ്ഞു പോകൂല. ഏതായാലും ഈ സദസ്സിൽ ആ സദസ്സിൽ അലി തങ്ങളോട് പറഞ്ഞു, ഇന്നലെ ഞാൻ ഈ പ്രഖ്യാപനം ചെയ്തപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല? അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് അലി തങ്ങൾ പറഞ്ഞ മറുപടി, ഞാൻ റമദ് രോഗമാണ്. ഈ സഹാബിവര്യന്മാരുടെ മുമ്പിൽ നിർത്തി അള്ളാഹുവിന്റെ റസൂല് തന്റെ ചൂണ്ടാണി വിരലിയിൽ ഉമിനീരെടുത്തും കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ ഇങ്ങനെ തടകിയെന്നും റസൂലുള്ളാഹിന്റെ കൈ ഇങ്ങോട്ട് വലിച്ചപ്പോൾ കണ്ണ് റമദ് രോഗം, ചെങ്കണ്ണ് രോഗം അതേ സ്പോട്ടിൽ ഈ ഉമിനീര് കൊണ്ടിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊണ്ട് മാറി എന്ന് കാണാം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമിനീര് അത് പലതുമുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഏതെങ്കിലും ആവട്ടെ, അതേ ഞാൻ പറഞ്ഞല്ലോ, അന്തമൂത്ത ലിസാനുക റത്ബും ബിദിക്രില്ലാഹി, അള്ളാഹുവിന്റെ ദിക്ർ ചെല്ലുന്ന നാവുകൾ അത് ഈ രാജ്യത്തിന്റെ വലിയൊരു ട്രീറ്റ്മെന്റിന്റെ ഒരു കേന്ദ്രമാണ്, ചികിത്സയുടെ കേന്ദ്രമാണ്. ഉള്ളാളങ്ങളിൽ നിങ്ങൾ പോയാൽ സ്പൂന്ന് ഊതിക്കൊടുക്കും. ആ ഉമിനീരിന്റെ ഒരു സ്പർശനം, അതിന്റെ ഒരു ശരിയായ ഒരു നിങ്ങെത്തിയാൽ അത് സുഖപ്പെടും. ഒരുപാട് ഇപ്പോഴും തഹജ്ജുദ് ളുഹ, അതുപോലെ അദ്കാറുകൾ, ഇജാസിയത്തിന് നിരക്ക് ഒരുപാട് ദിക്റുകൾ 24 മണിക്കൂറും ചൊല്ലുന്ന മനുഷ്യന്മാരുടെ ഉമിനീരിൽ, അവരുടെ വായിൽ ഉമിനീരിൽ ഉണ്ടായി വരുന്ന ഉമിനീര് അത് വലിയ ട്രീറ്റ്മെന്റ് ആണ്, വലിയ ചികിത്സയാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ ഇവിടെ വയൽ പറയാനുണ്ട്. വന്നിരായ ഉസ്താദ് ഇപ്പൊ വരും. ഏതെങ്കിലും ആവട്ടെ, അലി തങ്ങൾക്ക് ആ സ്പോട്ടിൽ വെച്ച് തന്നെ തങ്ങളുടെ കൈ ഇങ്ങോട്ട് വലിച്ചപ്പോൾ തന്നെ സ്പോട്ടിൽ റമദ് രോഗം മാറി എന്ന് രേഖപ്പെടുത്തപ്പെടുന്നു. പ്രിയപ്പെട്ട സ്നേഹിതന്മാര് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ് എന്ന് ചോദിച്ച സഹാബിക്ക് മറുപടി പറഞ്ഞത്, അന്തമൂത വലിസാനുക റത്ബും ബിദിക്രില്ലാഹി, അല്ലാഹുവിന്റെ ദിക്ർ ചെല്ലൽ കൊണ്ട് നിന്റെ നാവ് പച്ചയാവണം, അല്ലാഹുവിനിക്ക് ദിക്ർ ചെല്ലണം, ദുആ ചെല്ലണം. അതിന്റെ പ്രോത്സാഹനമാണ് അത്. നിന്റെ മരണം സംഭവിക്കുമ്പോൾ നീനക്ക് ദിക്ർ ചെല്ലാനുള്ള ഭാഗ്യം, അതിനു വേണ്ടി ഇമാതിരി മജ്ലിസുകള്, ദിക്ർ മജ്ലിസുകള്, അതുപോലെ തന്നെ തഹ്ലീലിന്റെ മജ്ലിസുകള് എല്ലാം പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായി അയാൾക്കത് ചെല്ലാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഈ തരത്തിലുള്ള സദസ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്കാറുകളിൽ പങ്കെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് വാഗ്ദത്തം ചെയ്ത അന്തമൂത വലിസാനുക റത്ബും ബിദിക്രില്ലാ എന്ന ഭാഗ്യം കരസ്ഥമാക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട്, അമ്പിയാക്കളുടെ അനുസ്മരണങ്ങളും ഔലിയാക്കളുടെയും ശുഹദാക്കളുടെ അനുസ്മരങ്ങൾ ദീനിൽ അടിസ്ഥാനപരമായി അള്ളാഹു തന്നെ അതിന്റെ നിർമ്മിച്ചു തന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കി അതിനെ വളരെ ബഹുമാനത്തോടും ആദരവോടും അതിന്റെ ഇസ്ലാമിക ചിട്ടപ്രകാരവും മുറപ്രകാരവും അതിനെ സംബോധനം ചെയ്യുന്ന രീതികൾ നമ്മുടെ നാടുകളിൽ ഇനിയും വളർന്നു വരണം. അതിന് നാം എല്ലാം ഉത്സാഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ വചനത്തിൽ
ഇത് ഉദ്ഘാടനം ചെയ്തായി അറിയിച്ച് വാക്കുകൾ ചുരുക്കുന്നു. ആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി നമ്മുടെ ഉസ്താദുമാരെല്ലാവരും ഇവിടെയുണ്ട്. അവരൊക്കെ സമ്മതപ്രകാരം ബഹുമാനപ്പെട്ട ഇസ്മായിൽ മിസ്ബാഹി ചെറുമോത്ത് ഉദ്ബോധന പ്രഭാഷണം നടത്തുന്നു. ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له نشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولمن خاف مقام ربه جنتان. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا من يجيب دعاء المضطر في الظلم يا كاشف الضر والبلوى مع السقم قد نام وفدك حول البيت وانتبهوا وأنت يا حي يا قيوم لم تنمي. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ولصلاة مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള ഉസ്താദുമാരെ, മറ്റ് പണ്ഡിതന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ വലിയ മഹാന്മാരുടെ സ്മരണകൾ പുതുക്കി അവരുടെ ബറക്കത്തെടുക്കുകയും
അവരുടെ മദദ് പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു നമുക്ക് അവരുടെ ഹിമായത്തും ഹിഫളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മയും നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ പള്ളികളെല്ലാം അല്ലാഹു സകലവിധ ആഫത്ത് മുസീബത്ത് നമ്മുടെ സയ്യിദന്മാർ ഉള്ളാളത്ത് ഉപ്പാപ്പയും ശൈഖുന കാന്തപുരം ഉസ്താദ് ഉൾപ്പെടെ വലിയ ആലിമീങ്ങളെയും സാലിഹീങ്ങളെയും അല്ലാഹു സകലവിധ ആഫത്തുകളിൽ നിന്നും കാത്തുരക്ഷിച്ച് ഹിമ്മത്തുകൾ വർദ്ധിപ്പിക്കുകയും അവരുടെ പിന്നിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏറ്റിത്തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് വളരെ കുറഞ്ഞ സമയം 1-2 വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തും. ലോകത്ത് മുസ്ലിം സമുദായത്തിന് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എങ്ങനെയെങ്കിലും സന്തോഷത്തിൽ ജീവിക്കണമെന്നും ഒരു സമാധാനം എന്റെ വീട്ടിലും കുടുംബത്തിലും എന്റെ ജീവിതത്തിലും എന്റെ മനസ്സുകളിൽ സന്തോഷങ്ങളും ഉണ്ടാകണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തിന് ആഗോളതലത്തിലും നമ്മുടെ രാജ്യങ്ങളിൽ വരെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരം എന്താണ്? നമ്മുടെ ആലിമീങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ സ്മരിക്കുകയും അല്ലാഹുവിനിക്ക് ദിക്ർ ചൊല്ലുകയും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അവനെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നത് ഒരു മനുഷ്യന് സമാധാനം ലഭിക്കുന്ന വഴിയാണ്. പക്ഷേ അല്ലാഹുവിന് സ്മരണ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിസ്കാരം അതിന്റെ ഒരു ഭാഗമാണ്. ഇതുപോലെയുള്ള മജ്‌ലിസുകൾ അതിന്റെ ഒരു ഭാഗമാണ്. ഒരു പക്ഷേ മുൻകാലത്ത് ഉള്ളതിനേക്കാളും കൂടുതൽ ദിക്റിന്റെ മജ്‌ലിസുകൾ നടക്കുന്നത് ഇന്നായിരിക്കും. എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും പള്ളിയിൽ ദിക്റിന്റെ മജ്‌ലിസുകൾ നടക്കാറുണ്ട്. നമ്മുടെ സമ്മേളനങ്ങൾക്കെല്ലാം ഒരു ദിവസം ദിക്ർ ചൊല്ലാൻ വേണ്ടി നാം ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷേ നേരത്തെ ഉള്ളതിനേക്കാളും സമാധാനം നമ്മുടെ വീടുകളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. നമ്മുടെ നാടുകളിലും അനൈക്യങ്ങളും കുടുംബങ്ങളിൽ വിദ്വേഷങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. ഈ ഒരു അനൈക്യങ്ങളും വിദ്വേഷങ്ങളും ഭിന്നിപ്പുകളും മാറാൻ അല്ലാഹുവിന്റെ ദീനിൽ ചില വഴികളും നിയമങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണത്? നാം ദിക്ർ ചൊല്ലിയാലും അല്ലാഹുവിനോട് ദുആ ചെയ്താലും നമ്മുടെ ദുആകൾക്കും ദിക്റുകൾക്കും അല്ലാഹു ഉത്തരം നൽകിക്കൊള്ളണമെന്നില്ല. നേരെ ചൊവ്വയുള്ള ജീവിതം നമുക്കുണ്ടോ, അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് മുഴുവൻ അല്ലാഹു നമുക്ക് തരും. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട അബൂ നഹർ റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരുടെ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോ ശിഷ്യന്മാർ മഹാനവറുകളോട് പറഞ്ഞു, ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇവിടുത്തെ ബുസ്താനുൽ ആരിഫീനിൽ രേഖപ്പെടുത്തുന്നത് കാണാം, ഉസ്താദേ, ഞങ്ങൾക്ക് മാനിന്റെ ഇറച്ചി തിന്നാൻ ആഗ്രഹം വന്നിരിക്കുന്നു. മഹാനവറുകൾ ചോദിച്ചു, മക്കളെ, നമ്മൾ നടന്നു പോകുന്നത് വലിയ ഒരു മരുഭൂമിയിലാണ്. മരുഭൂമി എന്ന് പറഞ്ഞാൽ മാനുകൾ അധിവസിക്കുന്ന സ്ഥലം അല്ല.
ഈ മാനുകൾ അധിവസിക്കുന്ന സ്ഥലമല്ലാത്ത ഈ മരുഭൂമിയിൽ നിന്ന് നിങ്ങൾ മാനിനെ ചോദിച്ചാൽ എങ്ങനെ കിട്ടും? ശിഷ്യന്മാര് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി നല്ല വിശ്വാസമുണ്ട്. ഇദാ ദഅൗതല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു അവൻ ഉത്തരം തരുക തന്നെ ചെയ്യും. കാരണം നിങ്ങളുടെ മനസ്സ് അത്രയും ശുദ്ധമാണ്. നിങ്ങൾ അത്രയും അല്ലാഹുവിനോട് അടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മഹാനാണ്. നിങ്ങൾ വലിയ ആത്മീയതയുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു ഉത്തരം തരുമെന്നത് ഉറപ്പാണ്. അബൂ നൂഹ് റളിയല്ലാഹു അൻഹു അതാ കയ്യുയർത്തിയിട്ട് അല്ലാഹുവിനോട് ഒരൊറ്റ ദുആയാണ്, റബ്ബേ അമാ സമയത ഖൗലഹും, ഇവര് പറയുന്നത് നീ കേട്ടിട്ടില്ലേ? ഞാൻ ചോദിച്ചാൽ നീ ഉത്തരം നൽകുമെന്ന്. ഞാൻ ചോദിച്ചാൽ പറഞ്ഞു തീരുന്ന ഉടനെ ഒരു ശബ്ദം കേൾക്കുന്നു ഇപ്പുറത്ത്. അതാ മരുഭൂമിയിലൂടെ ഒരു മാന് ഓടി വരുന്നു. കയ്യിലുള്ള വടി കൊണ്ട് വരാൻ ഒരൊറ്റ ഏറ് കൊടുത്തു. മാന് ആ ഏറ് കൊണ്ട് അവിടെ വീഴുകയാ. ഓടിച്ചെന്ന് അറുത്ത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അവർ ഭക്ഷണം കഴിച്ചു. മാനിനെ ചുട്ടുകൊണ്ട് അതിനെ ചുട്ടു തിന്നു. അവരുടെ വിശപ്പടക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു വിഷയം ചോദിച്ചാൽ അല്ലാഹു നൽകും. മമ്പുറത്തെ തങ്ങൾ അവിടുത്തെ ഹദ്റത്തിൽ ചെന്നിട്ട് നാട്ടിൽ മഴയില്ലാതിരിക്കുമ്പോ അല്ലാഹുവിനോട് ഈ ജനങ്ങൾ പിരിഞ്ഞു പോകണമെങ്കിൽ, ഞാൻ ഉയർത്തിയ കൈകൾ താഴ്ത്തണമെങ്കിൽ ഇവർക്ക് മഴ കൊടുക്കണമെന്ന് പറഞ്ഞാൽ മഴ കിട്ടിയെന്ന് നാം കേട്ടിട്ടുണ്ട്. ആ നിലക്ക് ആത്മീയമായ വലിയ മഹത്വം ലഭിച്ച ആളുകൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകുകയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു കുറവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു കുറവ് നീക്കുക എന്നത് എന്റെയും ബാധ്യതയാണ്, നമ്മുടെ ഓരോ മുഅ്മിനിന്റെയും ബാധ്യതയാണ്. ഇല്ലെങ്കിൽ മുസ്ലിങ്ങൾ അല്ലാഹുവിനോട് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകൾ നടത്തുന്നവരായിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടങ്ങളും പ്രയാസങ്ങളും സംഭവിക്കാൻ പോവുകയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചത് കാണാം. ഒരു മനുഷ്യൻ നിസ്കരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. നിസ്കരിക്കാതിരുന്നാൽ തീരെ പറ്റില്ല. നിസ്കരിക്കാത്തവരൊരിക്കലും അല്ലാഹുവിന്റെ പൊരുത്തത്തിലെത്തില്ല. നിസ്കരിച്ചത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ വലിയ മഹാന്മാരായിക്കൊള്ളണം എന്നില്ല. നിസ്കാരം മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്റെ വാല് കേൾക്കുന്ന വല്ല ചെറുപ്പക്കാരും നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, നിസ്കരിക്കാത്തവൻ ഒരിക്കലും അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് എത്തില്ല. നിസ്കാരം വേണം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വഫാത്തായി. മഹാനവറുകൾ വഫാത്തായപ്പോൾ മഹാനവറുകളെ സ്വപ്നത്തിൽ കാണുന്നു. കണ്ടപ്പോൾ മഹാനവറുകളോട് ചോദിച്ചു, കൈഫ ഹാലുക യാ അബൽ ഖാസിം, ഓ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ ഈ സമയത്തുള്ള അവസ്ഥ എന്താണ് വഫാത്തിന്റെ ശേഷം? മഹാനവറുകൾ പറഞ്ഞു, മോനെ തഹത്ത് തിൽക്കൽ ഇശാറ, എന്റെ എല്ലാ ജനങ്ങളുടെ ഇടയിലുള്ള ബഹുമാനങ്ങളും നഷ്ടപ്പെട്ടു പോയി. ജനങ്ങളുടെ ഇടയിൽ വലിയ സ്ഥാനം എനിക്കുണ്ടായിരുന്നു, അതെല്ലാം എന്നിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടു പോയി. വബാദത്ത് തിൽക്കൽ ഇബാറ, ജനങ്ങൾ വലിയ നാവ് കൊണ്ട് എന്റെ ഒരുപാട് മഹത്വം പറഞ്ഞു. എന്ത് മഹത്വങ്ങളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. മാ നഫഅനാ ഇല്ലാ തസ്ബീഹാത്തുൻ കുന്നാ നഖൂലുഹാ ബിൽ ഗുദ്വാത്ത്, ഞാൻ നേരം വെളുത്ത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി കുറെ തസ്ബീഹും ദിക്റും ചൊല്ലാറുണ്ട്. ആ തസ്ബീഹും ദിക്റും എനിക്ക് ബാക്കി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇല്ലാ റുകൈഅത്തുൻ കുന്നാ റകഅഹാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് രാത്രി സമയത്ത് എണീറ്റുകൊണ്ട് നിസ്കരിച്ച നിസ്കാരമുണ്ട്.
എല്ലാ ജനങ്ങളും കടന്നിറങ്ങുന്ന സമയത്ത് ഞങ്ങൾ എണീച്ച് നിസ്കരിച്ച നിസ്കാരമുണ്ട്. ആ നിസ്കാരങ്ങളുമല്ലാതെ എന്റെ ജീവിതത്തിലില്ല. ഞാൻ പറയുന്നത് നിസ്കാരം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ നിസ്കരിച്ചത് കൊണ്ട് മാത്രമില്ല. ബഹുമാനപ്പെട്ട ഉസുല്ലാദം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ ആത്മീയതയിലെത്താനും അല്ലാഹുവിന്റെ പൊരുത്തത്തിലെത്താനും 3 വിഷയങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. 3 വിഷയങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു മനുഷ്യൻ ഒരിക്കലും അല്ലാഹുവിന്റെ പൊരുത്തത്തിലെത്തില്ല. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട അല്ലാഹു നമുക്ക് നൽകിയ മുഴുവൻ സമയങ്ങളെയും ബഹുമാനിച്ചുകൊള്ളണം. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സമയങ്ങളാണ്. ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നൽകിയ സമയങ്ങളും ആരോഗ്യങ്ങളും എല്ലാ മുഅ്മിനീങ്ങളും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നിസ്കാരം നിർവഹിക്കലോടുകൂടെ ഹറാമുകൾ വലിച്ചെറിയലോടുകൂടെ ഇന്നത്തെ ലോകത്തുള്ള സ്വഭാവം എന്താണ്? ചെറുപ്പക്കാരൻ രാത്രിയിൽ 10 മണിയായാൽ മൊബൈൽ എടുത്തുകൊണ്ട് എന്തൊക്കെയോ പാട്ടുകൾ കേൾക്കുകയും നെറ്റെടുത്തുകൊണ്ട് അനാവശ്യങ്ങൾ കാണുകയും, അത് ഫ്രീയാണ്, അൺലിമിറ്റഡ് ഫ്രീയാണ്, അത് കരുതിയിട്ടത് ഉപയോഗിച്ചുകൊണ്ട് തോന്നിവാസങ്ങളും തമാടിത്തരങ്ങളും ചെയ്യുകയാണ്. മനുഷ്യൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വതസീറു ഔഖാത്തുൽ മുബാഹി ബിനിയതി മസ്റൂഫത്തൻ ഫിൽ ഖൈരി ഫസ്ഉബിൽ ഇബ്തിലാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ടത് അല്ലാഹു കൊടുക്കുന്ന സമയങ്ങളും സന്ദർഭങ്ങളും, അല്ലാഹു നമുക്ക് ജീവിക്കാൻ തരുന്ന സമയങ്ങൾ എപ്പോഴും നല്ല സൂക്ഷ്മതയോടെ എന്റെ ജീവിതത്തിൽ എന്റെ സമയങ്ങൾ അനാവശ്യമായി പോകരുത്. ഞാൻ അല്ലാഹു പൊരുത്തപ്പെടാത്ത വിഷയത്തിൽ എന്റെ സമയങ്ങൾ ഉപയോഗിക്കുന്നവനാകരുത്. അങ്ങനെ ആയാലോ എന്റെ ആഖിറം നഷ്ടപ്പെട്ടു പോകും. ഈ ഒരു ചിന്ത വേണം. ഉസുല്ലാദം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം എന്താണ്? അവിടുത്തെ സമയങ്ങളൊന്നും നഷ്ടപ്പെടില്ല. നലവേറും തൊഴുതോരുവാലെ 40 നൂറ്റാണ്ടോളം സുബഹി തൊഴുതോവർ. രാത്രിയിൽ നിസ്കരിക്കുന്ന ഇശാഇന്റെ ഒതുകൊണ്ട് ആ ഒതു മുറിയാതെ ഇബാദത്ത് ചെയ്ത് നേരം വെളുക്കുവോളം, നേരം വെളുത്താലോ അല്ലാഹുവിന്റെ പൊരുത്തത്തിലല്ലാതെ എന്റെ ഒരു സമയവും ഞാൻ ചെലവഴിച്ചില്ലെന്ന് ചിന്തിക്കുകയും ആ രൂപത്തിൽ സമയങ്ങൾ പൂർണ്ണമായി നന്നായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ എന്റെ മോമിനീകളോട്, അധ്വാനിക്കാൻ പോകുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ജോലി ചെയ്യുന്നവരുണ്ട്, കമ്പനി ജോലിക്കാരുണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, പഠിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, അതേപോലെ ഒരുപാട് തൊഴിലെടുക്കുന്നവരുണ്ട്, നാടൻ തൊഴിൽ ചെയ്യുന്നവരുണ്ട്, സ്ത്രീകൾ വീട്ടിലിരിക്കുന്നവരുണ്ട്, വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരുണ്ട്. എല്ലാ സമയങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കിയാൽ അവനിക്ക് യഥാർത്ഥത്തിൽ മഹാന്മാരുടെ പട്ടികയിൽ പെടാൻ കഴിയും. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ആത്മീയമായി നമ്മെ പഠിപ്പിക്കാൻ ഒരു ഗ്രന്ഥമുണ്ടാക്കിയതാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. ആ ഇഹ്യാ ഉലൂമുദ്ദീൻ ഉണ്ടാക്കിയ സമയത്ത് അത് കണ്ടുകൊണ്ട് പലരും വിമർശിച്ചിട്ടുണ്ട്. പലരും ഇഹ്യാ ഉലൂമുദ്ദീനെ വിമർശിച്ചിട്ടുണ്ട്. ഇത് ഒരു തട്ടിപ്പിന്റെ ഗ്രന്ഥമാണ്, ഇങ്ങനെ ഒരു ആത്മീയതയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വിമർശിച്ചവരുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വലിയ അംഗീകാരം വാങ്ങി വളരെ സുദീർഘമായ സംഭവമാണല്ലോ അത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ ഉണ്ടാക്കിയപ്പോൾ അന്നത്തെ ഒരു വലിയ ഖാദിയുണ്ട്, അലി ഇബ്നു ഹിർസിഹിം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പള്ളിയിൽ വെച്ച് എഴുത്തൊരു പ്രസംഗം നടത്തി. ഓ ജനങ്ങളെ, ഗസാലി ഇമാം മുഹമ്മദുൽ ഗസാലി ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇൽമ് അത് ഹയാത്താക്കുന്നു എന്നാണ് പറയുന്നത്.
പക്ഷേ അത് നിങ്ങൾ ആരും വായിക്കരുത്. വായിച്ചു പോയാൽ നിങ്ങൾ പിഴച്ചു പോകും, നിങ്ങൾ ഈമാനിൽ നിന്ന് തെറ്റിപ്പോകും. അതിൽ പറഞ്ഞതുപോലെയൊന്നുമല്ല ആത്മീയതയുള്ളത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനെ വിമർശിച്ചു. അങ്ങനെ അതാ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ അടുത്ത വെള്ളിയാഴ്ച നാട്ടിലുള്ള എല്ലാ കോപ്പികളും നമ്മുടെ പള്ളിയിലേക്ക് കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് അതാ നമ്മുടെ പള്ളിയുടെ മുന്നിൽ നിന്ന് ഖാദിയായ അലി ഇബ്നു ഹിർസിം എന്ന് പറഞ്ഞ വലിയ മഹാൻ ഞാനത് കത്തിച്ചു കളയുമെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇഹ്യാ ഉലൂമുദ്ദീൻ അടുത്ത വെള്ളിയാഴ്ച കത്തിക്കുകയാണ്. എല്ലാ ജനങ്ങളും കിട്ടുന്ന കോപ്പികൾ മുഴുവൻ സ്വരൂപിക്കുകയാണ്. കാരണം ജനങ്ങളുടെ ഇടയിൽ അതൊരു പുതിയ വിശ്വാസങ്ങൾ ഉണ്ടാക്കുമെന്ന തെറ്റിദ്ധാരണയുണ്ട്. എന്നാലൊരു വലിയ സംഭവമുണ്ടായതാണ്. ഈ ഖാദിയവറുകൾ അതാ കിടന്നുറങ്ങുന്നു. അടുത്ത വെള്ളിയാഴ്ചയാണ് കത്തിക്കുന്നത്, വ്യാഴാഴ്ച രാത്രിയാണ്. വ്യാഴാഴ്ച രാത്രി കിടന്നുറങ്ങുമ്പോ ഒരു സ്വപ്നം കാണുന്നു. എന്താണ് സ്വപ്നം? മഹാനവറുകൾ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുകയാണ്. ആ പള്ളിയിലേക്ക് ഒരുപക്ഷെ അത് മദീനത്തുൻ നബവിയാണ്. കയറി അങ്ങ് ചെല്ലുമ്പോ അവിടെ വലിയ പ്രകാശമുണ്ട്. എന്താണ് പ്രകാശമെന്ന് നോക്കുമ്പോൾ അവിടെയുള്ളത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. أنت بدر أنت نور فوق نور أنت إكسير وغالي أنت مصباح الصدور. ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതാ തങ്ങളെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ വീട്ടിൽ വിളക്ക് കെട്ടുപോയപ്പോൾ എന്റെ കയ്യിൽ നിന്ന് നിലത്തേക്ക് സൂചി വീണുപോയി. പക്ഷേ അതാ വിളക്കില്ല, സൂചി നിലത്ത് വീണിരിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി വന്നപ്പോൾ എന്റെ വീട് പ്രകാശപൂരിതമാവുകയാണ്. നിലത്ത് വീണ സൂചി ഞാൻ എടുക്കുകയാണ്. ഓ, അത്രയും വലിയ നേതാവ്. നമ്മൾ പറയാറില്ലേ, ിലേക്ക് വന്നു. മഹത്വത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത പ്രകാശമാണ്. ആ പ്രകാശം എല്ലാവർക്കും കാണാൻ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു വിഷയമാണ്. അല്ലാഹുവേ, അവിടുത്തെ മുഖം കാണാതെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ല റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പള്ളിയിലുണ്ട്. ഈ ഹസൻ ഇബ്നു അലി ഇബ്നു ഹിർസിം കേറിച്ചെന്നു ഖാദി. ആ സമയത്ത് ഏതോ പ്രകാശിക്കുന്ന ഒരു വസ്തുവുണ്ട്. ആരാട് നോക്കുമ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സന്തോഷത്തോടെ അരിയിലങ്ങി ചെന്നപ്പോ രണ്ടാളുകൾ അവിടുത്തെ കൂടെയുണ്ട്. ഒന്ന് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്, രണ്ടാമത്തത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മൂന്നാളുകളുമുണ്ട്. മൂന്നാളുകളുമുള്ളപ്പോ ഖാദി സന്തോഷത്തോടെ ഹസൻ ഇബ്നു അലി ഇബ്നു ഹിർസിം റഹിമഹുല്ലാഹ് അരികിലങ്ങ് ചെന്ന് നോക്കുമ്പോൾ അവിടെ മറ്റൊരാളുണ്ട്. ആരാട്? നേരത്തെ അതാ നാളെ ഞാൻ ഇഹ്യാ ഉലൂമുദ്ദീൻ കരിക്കുമെന്ന് പറഞ്ഞ് ഇഹ്യാ ഉലൂമുദ്ദീന്റെ നിഫായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു മുഹമ്മദുൽ ഗസാലി റളിയല്ലാഹു അൻഹു അൽ അസ്ഹറിൽ ഇസ്ലാമിക വിജ്ഞാനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം വന്നു നോക്കുമ്പോ
ശിഷ്യന്മാര് ഉസ്താദിനെ കാണുന്നില്ല. എവിടെ നമ്മുടെ ഉസ്താദ് കാണുന്നില്ലല്ലോ, അതാ അന്വേഷിച്ചു ഇവിടെയും കാണുന്നില്ല. ആരെങ്കിലും ഉസ്താദിനെ വല്ല അപകടത്തിലും പെടുത്തിയോ എന്ന പേടിയോടെ അതാ എല്ലാ സ്ഥലത്തും പരതി നോക്കി. വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട്, പക്ഷേ ഉസ്താദ് ക്ലാസ്സിലെത്തിയിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ഒരുപാട് എതിരാളികളുണ്ട് ദീനിന്റെ ആലിമീങ്ങൾക്ക്. അന്നുമുണ്ട് എതിരാളികൾ, ഇന്നുമുണ്ട്. അങ്ങനെ അതാ ഞങ്ങളുടെ ഉസ്താദിന് വല്ലതും ചെയ്തോ എന്ന് പേടിച്ച് പരിശോധിച്ചു. പക്ഷേ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരു ചെറിയ കരിമ്പിടമെടുത്തിട്ട് അതാ പള്ളിയുടെ വലിയ മിഹ്റാബിന്റെ മുകളിൽ കയറിയിട്ട് തന്റെ കയ്യിൽ കടലാസും പെന്നും എടുത്തുകൊണ്ട് ഞാനിനി ഒരു ആത്മീയമായ ഗ്രന്ഥം എഴുതട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഹ്യാ ഉലൂമുദ്ദീൻ രചിക്കുകയാണ്. ആ ഇഹ്യാ ഉലൂമുദ്ദീനാണ് കരിക്കണമെന്ന് പറയുന്നത്. അക്കാദിയതാ ഹസൻ ഇബ്നു അലി ഇബ്നു ഹിർസിയും കയറി വരുന്നു റസൂലുള്ളാഹിന്റെ മുന്നില്. അപ്പോഴാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടെ ഒരു കിതാബും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഒരു സ്വപ്നമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലേക്ക് ഈ ഇഹ്യാ ഉലൂമുദ്ദീൻ അങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു, നബി തങ്ങളെ, ഞാൻ അവിടുത്തെ ഇൽമ് ഹയാത്താക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെ, ഈ ഇൽമ് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന താല്പര്യത്തോടുകൂടെ ഞാൻ എഴുതിയ ഒരു ഗ്രന്ഥമാണ് ഈ ഹസൻ ഇബ്നു അലി ഇബ്നു ഹിർസിം ഹാദാ ഖസ്മി യാ റസൂലല്ലാഹ്, ഹാദാ ഖസ്മി യാ റസൂലല്ലാഹ്. എന്റെ മുന്നിൽ നിൽക്കുന്നതിന് ഞാനിതിന് വല്ല തെറ്റും എഴുതിയിട്ടുണ്ടോ? തങ്ങൾ ഇതൊന്നെനിക്ക് അംഗീകാരം തരണം. ഹസൻ ഇബ്നു അലി ഇബ്നു ഹിർസിമിന്റെ മുന്നിൽ നിന്ന് റസൂലുള്ളാഹി ഔലുമുദ്ദീനുവാകി പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇതിൽ ലാബഇസ പ്രശ്നമൊന്നുമില്ലല്ലോ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അത് എടുത്തു മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇത് നല്ലൊരു ഗ്രന്ഥമല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. ഉമർ ഖബദം പറഞ്ഞാലാണ് ഉമർ ബഹറക് റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ ഹദീഖത്തുൽ അനീകാ ലിൽ ഉർവത്തിൽ വസീഖ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഈ സംഭവം വളരെ സുദീർഘമായി രേഖപ്പെടുത്തിയത് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷമീം കേൾക്കുന്നുണ്ടോ? മൈക്ക് പോയിട്ടുണ്ട്. ഷമീം കേൾക്കുന്നില്ലേ? ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയിസ്. ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം. ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം. സുന്നി ഗ്ലോബൽ വോയിസ്. മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിരുന്ന്. അതിഗഹനമായ ആദർശ ചർച്ചകൾ. ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ. മാല, മൗലിദ്, ബുർദാസ്വാദനങ്ങൾ, സ്വലാത്ത്, ഹദ്ദാദ്, റാത്തിബ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ. പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ. പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ്. അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം. അതെ, സുന്നി ഗ്ലോബൽ വോയിസ്. ഒപ്പം ജീവിത വ്യവഹാരത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ. സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക. സന്ദർശിക്കുക www.sunniGlobalVoice.com.
ഇപ്പോൾ www.mobile.sunniglobalvoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ്. സുന്നി ഗ്ലോബൽ വോയിസ് ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം. കീർത്തികളാൽ അറിവിൻ നിറകുടമാൻ നിറഞ്ഞ സൗഹൃദമാൻ സുന്നി ഗ്ലോബൽ വോയിസ്. ഇൽമിൻ കീർത്തികളാൽ അറിവിൻ നിറകുടമാൻ നിറഞ്ഞ സൗഹൃദമാൻ സുന്നി ഗ്ലോബൽ വോയിസ്. ദീനിനുദിച്ചൊരു ദാനം ജ്വലിച്ചു നിൽക്കുന്നി സത്യം. ദീനിനുദിച്ചൊരു ദാനം ജ്വലിച്ചു നിൽക്കുന്നി أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. മഹാനവറുകൾക്ക് ഒരുപാട് ദീർഘായുസ്സും നല്ല ആരോഗ്യവും അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. അവിടുത്തെ തർബീയത്തിലും പൊരുത്തത്തിലുമായി ഒരുപാട് കാലം അവിടുത്തെ കീഴിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു അവിടുത്തേക്ക് ഇസ്സത്തും ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ ഒരുപാട് ഉന്നതിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ശൈഖുന ഉസ്താദ് അവറുകൾ നമ്മുടെ ഹദറത്തിൽ വന്ന് നമുക്ക് ഇനി ഉപദേശം നൽകുകയാണ്. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ടവരുടെ ഉപദേശം കേൾക്കാനും അവിടുത്തെ ദുആയിലും അവിടുത്തെ ബർക്കത്തും കിട്ടാനാണ് ഉസ്താദ് അവറുകൾ ഒരു സദസ്സിൽ വന്നാൽ നമുക്കൊക്കെ അൽഹംദുലില്ലാ വളരെ സന്തോഷമാണ് എന്നല്ല. നേരത്തെ വിമർശിച്ച ആളുകൾ പോലും ഇപ്പോ ഉസ്താദ് അവറുകളുടെ മഹത്വം പറയുകയും ഉസ്താദിന്റെ ബഹുമാനം പറയുകയും. ഇന്നലെ ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ അവിടുന്ന് ഒരാൾ പറഞ്ഞു, ഉസ്താദ് സംഭവം ഞങ്ങളൊക്കെ ഉസ്താദിന്റെ ആളുകളല്ലെങ്കിലും ഉസ്താദിന്റെ അരികിൽ ഞാൻ 3 വട്ടം പോയിട്ടുണ്ട്. ഒരു വലിയ രാഷ്ട്രീയ നേതാവ് പറഞ്ഞു, പക്ഷെ ഉസ്താദിന് വല്ലാപവും സ്നേഹവുമാണ്. ഞാൻ അദ്ദേഹത്തോട് ഉസ്താദിന്റെ മഹത്വങ്ങൾ കുറെ പറഞ്ഞു. ഏതായാലും അൽഹംദുലില്ലാ എല്ലാ ജനം അതിനെ അംഗീകരിക്കുകയും എന്നാ നമ്മുടെ കേന്ദ്രമന്ത്രിമാര് പോലും ശൈഖുനായുടെ ഹദറത്തിലെത്താനും അതാവാദം എനിക്ക് ദോഷമാണെന്നും പറഞ്ഞെങ്കിൽ അൽഹംദുലില്ലാ പാവപ്പെട്ട ഉസ്താദ് അവറുകളുടെ എടുത്ത് അവിടുത്തെ ദുആയിൽ പങ്കെടുത്ത് എത്ര പാവപ്പെട്ട ശിഷ്യന്മാരാണെങ്കിലും ഉസ്താദ് അവറുകൾ നമ്മുടെയൊക്കെ വിഷയങ്ങൾ അന്വേഷിക്കുകയും ഹറമിലൊക്കെ എത്തിയാൽ നമ്മുടെ ഒക്കെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ആരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ശൈഖുന അവറുകൾ നമുക്ക് വേണ്ടി ദുആ
ചെയ്യുന്നത് ആരും എന്നൊരു കാര്യം പറഞ്ഞെന്ന് ബഹുമാനാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ രചിച്ചു. അതിലുള്ള വിഷയങ്ങൾ വളരെ സവിസ്തരം പ്രതിപാദിച്ചതുകൊണ്ട് അതൊന്നുകൾ മനുഷ്യൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങാൻ, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് മടങ്ങാൻ ഏറ്റവും പഠിപ്പിച്ചൊരു വിഷയം അവിടുത്തെ 9 വസിയത്തുകളിൽ ഒന്നായി പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ നിന്റെ എല്ലാ സമയങ്ങളും സൃഷ്ടാവായ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി വിനിയോഗിക്കണം. അനമിനിയങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഓടുന്നതും അവിടുന്ന് അധ്വാനിക്കുന്നതും അവിടുന്ന് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എടുക്കുന്നതും അവിടുന്ന് എന്ത് പ്രവർത്തനം നടത്തുന്നതും ഒരു വാഹനത്തിന്റെ പറഞ്ഞു ബഹുപ്പെട്ട നല്ല അധ്വാനം നടത്തി പൈസ ഉണ്ടാക്കുന്നത് അതൊരിക്കലും ബഹുമാനപ്പെട്ട അവൻ കൈക്കോട്ട് പണിയെടുക്കുമ്പോ അവന്റെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, അള്ളാഹുവേ, ഞാൻ ഈ അധ്വാനിക്കുന്നത് എനിക്ക് നിന്റെ പൊരുത്തം കിട്ടാനും, ഞാൻ ഈ അധ്വാനിച്ചത് കൊണ്ടൊരു മാവ് വെച്ചാൽ ആ മാവ് അത് വളർന്നു വലുതായി അതിൽ നിന്ന് ജനങ്ങൾ, അതുപോലെ പക്ഷികൾ, അതുപോലെ മൃഗങ്ങൾ എന്ത് കഴിച്ചാലും അതിന്റെ കൂലി കിട്ടണം. അതേപോലെ അള്ളാഹുവേ, നിന്റെ പൊരുത്തത്തിലായി ഞാൻ എന്റെ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാനാണ്, എന്റെ അയൽവാസികൾക്ക് ഗുണം ചെയ്യാനാണ്, എന്റെ നാട്ടുകൾക്ക് അവർക്ക് ഗുണം ചെയ്യാനാണ് ഞാൻ ഈ അധ്വാനം നടത്തുന്നത് എന്ന ചിന്ത ഉണ്ടായാൽ ആ ഒരൊറ്റ നീയത്ത് കൊണ്ട് നല്ല കരുത്തുകൊണ്ട്, നല്ല കരുത്തുണ്ടോ ആ കരുത്തുകൊണ്ട് വലിയ ഉന്നതരാകാൻ കഴിയും. ഞാൻ പറയട്ടെ, നമ്മുടെ ആലിമീങ്ങളും നമ്മുടെ നേതാക്കളും നമുക്ക് കാണാം ഒരുപക്ഷെ വലിയ ഉന്നതമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന്റെ ലക്ഷ്യം എന്താണ്? മറ്റൊന്നുമല്ല, ലക്ഷ്യം പ്രധാനമായിട്ടുമുള്ളത് അള്ളാഹുവിന്റെ ദീനിന്റെ സമസ്ഥാപനമാണ്. അള്ളാഹുവിന്റെ ദീന് നിലനിൽക്കണമെന്ന ചിന്തയാണ്. അള്ളാഹുവിന്റെ ദീന് നിലനിൽക്കണമെന്ന ചിന്തയുണ്ടാകുമ്പോ എന്ത് ഉന്നതമായ പ്രവർത്തനം നടത്തിയാലും, ഒരു AC യുള്ള വലിയ റൂം സെറ്റ് ചെയ്യുമ്പോ അള്ളാഹുവേ, ഇതെനിക്ക് ആരോഗ്യമുണ്ടാകണം, ഈ ആരോഗ്യം കൊണ്ട് എനിക്ക് ദീനിന്റെ ഖിദ്മത്ത് ചെയ്യണം, അള്ളാഹുവേ എനിക്കൊരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം, എന്റെ ആരോഗ്യം കൂടുതലുണ്ടെങ്കിൽ എനിക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കാൻ കഴിയും. ഈ ഒരു ചിന്ത മനസ്സിലുണ്ടോ ആ ഒരു പ്രവർത്തനം അള്ളാഹുവിന്റെ അരികിൽ വലിയ കൂലി കിട്ടും, വലിയ പ്രതിഫലം കിട്ടും. ആ അധ്വാനിക്കുന്നതും ചെലവഴിക്കുന്ന സമയങ്ങളും മുഴുവൻ റബ്ബിന്റെ പൊരുത്തത്തിലാണ്. അതിന് വേണ്ടി ഒരാൾ മെനക്കേടുമ്പോൾ അതിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അരികിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എത്ര വലിയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഏത് വലിയ പ്രവർത്തനം നടത്തുന്നവരും അവരുടെ മനസ്സിലുള്ള കരുത്ത് അല്ലാഹുവിന്റെ അരികിൽ ഇതിന് വലിയ കൂലി കിട്ടണമെന്ന ചിന്തയായിരിക്കണം. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല, പറയട്ടെ, മഹാന്മാരായ ഔലിയാക്കളും ആരിഫീകളും സുബ്ഹാനല്ലാഹ് അവര് സംസാരിക്കാറുണ്ട്. അവര് പല ആളുകളോടും സംസാരിക്കാറുണ്ട്. സംസാരിക്കുമ്പോൾ ചിലരെ ചീത്ത പറയാറുണ്ട്. ചീത്ത പറയുമ്പോൾ അവരെ മനസ്സിലെ ലക്ഷ്യം എന്താണ്? അല്ലാഹുവേ, എന്റെ ചീത്ത കൊണ്ട് ഇവൻ നന്നാകണം, എന്റെ ചീത്ത കൊണ്ട് ഇവൻ നന്നാകണം. ചില മഹാന്മാര് നമുക്കറിയാം, മുൻകാലത്ത് മരിച്ചുപോയ ചില മജ്ദൂബീങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരതാ ചീത്ത പറയാറുണ്ട്, പിന്നീട് അവര് നന്നാകാറുണ്ട്. നമ്മൾ ഇന്നാൾ ഒരാൾ എന്നോട് പറഞ്ഞു,
ഉസ്താദിന്റെ ഒരു അടി കിട്ടിയാ നന്നാകും, എനിക്കൊരടി കിട്ടിയപ്പാണ് ഞാൻ നന്നായത്. അപ്പൊ പറയട്ടെ, അവരെ അടിക്കുമ്പോ ഒരു ലക്ഷ്യമുണ്ട്. ഇവന്റെ മനസ്സിലെന്തോ ഒരു ചീത്തയുണ്ട്, ആ ചീത്ത പോകട്ടെ എന്ന് കരുതിയാണ് ഉസ്താദ് അവരുകൾ അടിക്കുന്നത്. അപ്പൊ അല്ലാഹു തആല ദീനിന്റെ ഖാദിമായ ഏറ്റവും വലിയ യതീമികളെ പോറ്റുന്ന ഉസ്താദിന്റെ കൈകൊണ്ട് ഒരു അടി കിട്ടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിന്റെ ഉള്ളിലുള്ള കറകളങ്ങ് നീക്കിക്കളയുകയാണ്, മനസ്സിന്റെ ഉള്ളിലുള്ള ചീത്തകളങ്ങ് നീക്കിക്കളയുകയാണ്. ഉസ്താദിനും അതിന് വലിയ കൂലിയാണ്. അടിച്ചതെന്തിനാണ്? നന്നാകാനാണ്. അങ്ങനെ പറയട്ടെ, ഏതൊരു വിഷയങ്ങളും ചിലപ്പോ ചീത്ത പറയുന്നതും ചിലപ്പോൾ കുറ്റപ്പെടുത്തുന്നതും, ചില ആളുകൾക്ക് ഇങ്ങനെ തോന്നും, എന്നെ കുറ്റപ്പെടുത്തിയല്ലോ. കുറ്റപ്പെടുത്തുന്നതിന്റെ ലക്ഷ്യം എന്താണ്? നന്നാവുക എന്നതാണ്. ആ നീയത്ത് വതസീറു ഔഖാത്തുൽ മുബാഹി ബിനിയതി. മനുഷ്യൻ ഏത് പ്രവർത്തനം പ്രവർത്തിക്കുമ്പോഴും അവന്റെ മനസ്സിലെ നല്ല ചിന്തയുണ്ടോ എന്നാൽ അത് ഖൈറിന് വേണ്ടിയാകുന്നതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. മുൻകാലത്തുള്ള മഹാന്മാര് പഠിപ്പിച്ചത് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ സാധനമാണ് നമ്മുടെ സമയം. ആ സമയം നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി വിനിയോഗിക്കണം. ഞാൻ എന്റെ മോമിനീങ്ങളോട്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം അതിനാണ്. നമ്മൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി നമ്മളൊരു ബോർഡ് വെക്കുമ്പോ ആ ബോർഡ് വെക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? മർക്കസിന്റെ സമ്മേളനം, അതിൽ നമ്മളൊരു ബോർഡ് വെക്കുമ്പോ നമ്മളെ ലക്ഷ്യം എന്താണ്? മർക്കസ് സഖാഫത്ത് സുന്നിയ വളരണം, 10 ആളുകൾ അതിലേക്ക് എത്തിപ്പെടണം, ആ സ്ഥാപനത്തെ പരിചയപ്പെടണം. അതിന്റെയൊക്കെ ലക്ഷ്യം എന്താണ്? അവിടെയുള്ള പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക്, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി പഠിക്കുന്ന ആലിമീങ്ങളാകുന്ന സഖാഫിമാരാകുന്ന ആളുകൾക്ക് എന്റെ കാരണത്താൽ ഒരു ബോർഡ് വെച്ചിട്ട് ഒരു മനുഷ്യന്റെയെങ്കിലും മനസ്സിൽ മർക്കസ് സഖാഫത്ത് സുന്നിയയിലെത്തണമെന്ന ചിന്ത വന്നാൽ സുബ്ഹാനല്ലാഹ്, നമ്മൾ ആ ഒരു ബോർഡ് വെച്ചത് കൊണ്ട് ചിലപ്പോൾ ആഖിറത്തിൽ നമ്മൾ രക്ഷപ്പെടും. ഒരു യതീമായ കുട്ടിക്ക് നമ്മളൊരു ചുമരെഴുതി മർക്കസിന്റെ സമ്മേളനം, അതാ ആ ചുമരെഴുത്ത് കണ്ടിട്ട് ഒരാൾ അതാ മർക്കസിന്റെ സമ്മേളനത്തിൽ വരുന്നു. ഓ, ഞാൻ നേരത്തെ വിമർശകനായിരുന്നു, ഇതാണല്ലോ ഉസ്താദിന്റെ ദുആ കേൾക്കുന്നു, ആലിമീങ്ങളെ പ്രസംഗം കേൾക്കുന്നു, നമ്മുടെ ഉസ്താദുമാരുടെ ഉപദേശങ്ങൾ കേൾക്കുന്നു, ഓ ദിക്ർ ഹൽക്കയിൽ പങ്കെടുക്കുന്നു, ഇതാണോ യഥാർത്ഥത്തിൽ ഞാൻ വിമർശിച്ച മർക്കസ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരാളതാ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി നേരത്തെ 1000 രൂപ കൊടുക്കുന്നവനോട് കൊടുക്കരുതെന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരൊറ്റ സമ്മേളനത്തിന് എത്തിയിട്ട് 1000 രൂപ കൊടുക്കരുതെന്ന് പറഞ്ഞവനോട് 10,000 കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുത്ത കൂലി ചുമരെഴുതിയവന് കിട്ടും. ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സിൽ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണമെന്ന ചിന്തയോടുകൂടെ നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയാൽ എല്ലാ പ്രവർത്തനത്തിനും കൂലി കിട്ടും. അതുകൊണ്ട് നമ്മുടെ സമയങ്ങളെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വിനിയോഗിക്കുക, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുക, അല്ലാഹുവിന്റെ മഹാന്മാരുടെ പട്ടികയിൽ പെടാൻ വേണ്ടി അധ്വാനിക്കുക. നിങ്ങൾ കണ്ടില്ലേ, അനാവശ്യമായി സംസാരിച്ച് സമയം കളയരുത്, അനാവശ്യമായി നമ്മുടെ സമയങ്ങൾ നമ്മൾ വിനിയോഗിക്കരുത്, അനാവശ്യമായി നമ്മളൊന്നും പറഞ്ഞു പോകരുത്. നിങ്ങൾ കണ്ടോ, അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച വലിയ മഹാനാണ്. ആ മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു ഒരു ദിവസം നടന്നു പോകുമ്പോ അതാ ഒരു ചെറിയ കുട്ടി ഇങ്ങോട്ട് വരുന്നു. ആ ചെറിയ കുട്ടിയോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു മഹാനവറുകൾ സുബ്ഹാനല്ലാഹ് സലാം മടക്കി ചോദിച്ചു കുട്ടിയോട്, മോനെ നിന്റെ വാപ്പയാരാണ്? അതാ ചോദിക്കുന്നു, നിന്റെ ഉമ്മയാരാണ്? നിന്റെ പേരെന്താണ് മോനെ? കുട്ടിയതാ ഒന്നിനും മറുപടി പറയുന്നില്ല. കുറെ ചോദ്യം ചോദിച്ചതിന്റെ ശേഷം അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിനോട്, ചെറിയൊരു മോനാണ്, മോന് തിരിച്ചൊരു ചോദ്യം ചോദിച്ച്, ഉസ്താദേ നിങ്ങൾ വലിയ മഹാനല്ലേ, നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് കൊണ്ട് ലക്ഷ്യം വെച്ചത് എന്താണ്? ആഖിറമാണോ ദുനിയാവാണോ? എന്റെ പേരറിഞ്ഞുകൊണ്ട് നിങ്ങൾ ലക്ഷ്യം വെച്ചത് എന്താണ്? സുബ്ഹാനല്ലാഹ്,
അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു നല്ലൊരു കുട്ടിയെ കണ്ടപ്പോൾ എന്ത് എന്ന് ചോദിക്കലേ ലക്ഷ്യമുള്ളൂ. പക്ഷേ അത് അനാവശ്യമല്ലേ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ ചിന്തിച്ചു, ശരിയാണ്, ഞാനിത് നല്ല ചിന്തയോടെ ആഖിറത്തിനെ ചിന്തിച്ചൊന്നുമല്ല ചോദിച്ചത്, വെറുതെ അനാവശ്യമായ എന്റെ നാവ് കൊണ്ട് ഞാനൊരു വാക്ക് ചോദിച്ചതാണ്. ഉടനെ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അദ്ദബ്തനീ അദ്ദബ്തനീ, മോനെ നീ എനിക്ക് അദബ് പഠിപ്പിച്ചു. ഇനി ഞാൻ ഒരാളോടും എന്റെ നാവ് കൊണ്ട് അനാവശ്യം പറയില്ല. ഞാൻ എന്റെ മോമിനീങ്ങളോട് പറയട്ടെ, നമ്മൾ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ ദിക്ർ ഹൽക്ക വരുന്നു, നമ്മൾ അതിൽ പോയി ആലിമീങ്ങളെ കൂടെ ഇരുന്നുകൊണ്ട് നമ്മളൊന്ന് ദിക്ർ ചൊല്ലണം. പോരാ, നമ്മളെ വീടുകളിൽ നിന്ന് ദിക്ർ ചൊല്ലണം. എന്തിനാണ് ദിക്ർ ചൊല്ലുന്നത്? നമ്മുടെ ആത്മാവ് വളരാനും സമാധാനമുണ്ടാകാനുമാണ്. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങൾ അനാവശ്യമായ ഒരു വിഷയമാണോ ഞാൻ സംസാരിച്ചതെന്ന് ചിന്തിച്ചുകൊണ്ട് അവിടുന്ന് ആ ദിവസം മുതൽ പിന്നെ ഒരു വാക്കും പറയുന്നില്ല. 40 നാളവർ മുന്നിൽ ഹാദിർ വന്ന് നവാലൊരു ഭാഷം ചൊല്ലിയില്ല എന്നോവർ. അപ്പോൾ ഹാദിർ ചൊല്ലി ഇവരെ പോലാരെയും ഔലിയാക്കളിൽ ഞാൻ കണ്ടില്ല എന്നോവർ. അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു തന്റെ ജപനമാലയും എടുത്തിട്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ പിന്നെ ജനങ്ങളോട് ആവശ്യത്തിനെ സംസാരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ ദിക്റും ഇൽമു പറയലും ഇൽമുമായി ബന്ധപ്പെടലും ജനങ്ങളുടെ വിഷയം അന്വേഷിക്കലും എന്നിട്ട് അവർക്ക് വേണ്ടുന്ന പരിഹാരങ്ങളുമല്ലാതെ പിന്നെ അനാവശ്യങ്ങളായ ഒന്നും പറയുന്നില്ല. ഖദിർ അലൈഹിസ്സലാം വന്നിട്ട് പോലും പിന്നെ അതാ കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല. 40 ദിവസം അവിടുത്തെ ഹദറത്തിൽ ഖദർ അലൈഹിസ്സലാം വന്നു, ദിക്ർ ചൊല്ലുന്നു, സലാം ചൊല്ലുന്നു, മടക്കുന്നു. ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പിന്നെ സംസാരിക്കാതിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഖദർ അലൈഹിസ്സലാം പോലും പറഞ്ഞുപോയി, അഹ്മദുൽ കബീർ ദിഫാഇ വല്ലാത്തൊരു മനുഷ്യനാണ്, വല്ലാത്തൊരു സാധനമാണ്. ഇത്രയും നാവ് സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു വലിയനെ ഞാൻ എന്റെ ദുനിയാവിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഖാദിറിലെ പോലാരെയും ഔലിയാക്കളിൽ ഞാൻ പോലെ ഔലിയാക്കളിൽ ഇത്രയും സൂക്ഷ്മതയിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ ദിക്ർ ചൊല്ലി അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂടെയും മഹാന്മാരുടെ കൂടെയും അവരെ സ്നേഹിച്ച് ബഹുമാനിച്ച് നമ്മുടെ സമയങ്ങൾ സൂക്ഷിച്ച് നമ്മൾ അതിനെയൊക്കെ നന്നായി ബഹുമാനിച്ച് റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് നമ്മൾ മടങ്ങണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ഞങ്ങളെ ഉസ്താദുമാർക്കൊക്കെ നീ ഒരുപാട് ദീർഘായുസ് ആഫിയത്തോടെ നൽകണം റഹ്മാനേ. ഞങ്ങളെ എല്ലാ സദസ്സുകളും നീ ദുആക്ക് ഇജാബത്തുള്ള, നീ പൊരുത്തപ്പെടുന്ന മജ്ലിസാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ ദർസുകളും ഞങ്ങളെ കോളേജുകളും ഞങ്ങളെ പള്ളികളുമെല്ലാം നീ പൊരുത്തപ്പെടുന്ന രൂപത്തിലാക്കി തരണം റഹ്മാനേ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, നമ്മുടെ വന്ദ്യരായ ശൈഖുന അവറുകൾ വളരെയധികം ഇടയിൽ നമ്മുടെ താത്തൂരിലേക്ക് ഉസ്താദിന് വലിയ താല്പര്യമുള്ളതുകൊണ്ട് നിർബന്ധപൂർവം ഇവിടെ എത്തി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മളോട് കൂടെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഉസ്താദ് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല വന്ദ്യരായ ശൈഖുന അവറുകൾക്ക് ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും ഉസ്താദിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക. ഒരു സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒക്കെ ഇന്ന് കേരള മുസ്ലിമീങ്ങൾ എവിടെ പോകുമ്പോഴും കാന്തപുരം ഖമറുൽ ഉലമ അല്ലെങ്കിൽ ഷേഖ് അബൂബക്കർ എന്ന പേരിന്റെ അഡ്രസ്സോടുകൂടി നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നത്
അള്ളാഹുവെ ഞങ്ങളുടെ ശൈഖുനാക്ക് ഒരുപാട് കാലം ഞങ്ങൾക്ക് ആഫിയത്തോടെ ദീർഘായുസ്സോടെ നേതൃത്വം നൽകാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവെ ഈ വലിയ പ്രായത്തിൽ സഞ്ചരിക്കാൻ പോലും കഴിയാത്ത സമയത്ത് ഈ സമുദായത്തിന് വേണ്ടി ഓടി നടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉസ്താദ് അവർകൾ അള്ളാഹുവെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നീ സലാമത്ത് കൊടുക്കണം റഹ്മാനെ. സ്വന്തം കുടുംബത്തിലെ ചെറിയ കുട്ടികൾക്ക് രോഗമാകുമ്പോൾ പോലും അതുപോലും ചിന്തിക്കുന്നതിനപ്പുറം ഈ സമുദായത്തിന് വേണ്ടി ഓടി നടക്കുന്ന വന്യരായ ഷെയ്ഖുന അള്ളാഹുവെ എല്ലാ ആളുകളെ മനസ്സിലും ഷെയ്ഖുനയോട് നീ മഹബത്ത് കൊടുത്ത് മുഴുവൻ ശത്രുക്കളെ മനസ്സും നന്നാക്കി കൊടുക്കണം റഹ്മാനെ. വന്യരായ ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയെ അഭിമുഖീകരിച്ച് വേണ്ട ഉപദേശങ്ങൾ നൽകും. കഴിഞ്ഞ വർഷം ഉസ്താദ് അവർകൾ ഇവിടുന്ന് നമ്മുടെ പള്ളിയുടെ വലിയൊരു പദ്ധതി മൂത്രപ്പുരയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. അൽഹംദുലില്ലാ ഈ വർഷമായപ്പോ നല്ല രൂപത്തിൽ അത് വിജയിച്ചു, അത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് വന്യരായ ഉസ്താദ് അവർകൾ അടുത്ത വർഷത്തേക്കുള്ള ഒരു പുതിയ പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതോടുകൂടെ താത്തൂർ യൂണിറ്റി SSF വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ച താത്തൂർ ശുഹദ നേർച്ചയുടെ സപ്ലിമെന്റ് റൌഫ് അനുസ്മരിച്ച ലേഖനക്കുള്ള സപ്ലിമെന്റ് ആണ്. അതിന്റെ പ്രകാശന ഉസ്താദ് നിർവഹിക്കുന്നു. ഏറ്റുവാങ്ങാൻ വേണ്ടി ഇക്ബാൽ ടിയെയും വന്യരായ ഉസ്താദ് അവർകളെയും ആദരപൂർവ്വം ക്ഷണിക്കും. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله الرحمن وما لم يشأ لم يكن قوة إلا بالله العلي العظيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقولوا لمن يقتل في سبيل الله أموات. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم بهم يمطر وبهم يعان وبهم يرزق. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا للوحى من تفجرت الأنهار نابعة من إصبعيه فرض الجيش بالمدد. إني وإن سامني
سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കട്ടകളായ മുതഅല്ലിമുകൾ, ഇവിടെ നടക്കുന്നത് താത്തൂരു ശുഹദാഇന്റെ അനുസ്മരണമാണ്.